ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലൂസ് വേൾഡ്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാസ് കട്ടറിൻ്റെ ഒരു ഉപയോഗം, അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗ്രാസ് കട്ടറിൻ്റെ കപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമുക്കിത് അറിയില്ല ഈ പ്രശ്നം. അത് ഈ ഗ്രാസ് കട്ടറിൻ്റെ എങ്ങനെയാണ് അത് കട്ട് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പഴയ മോഡലും പുതിയ മോഡലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്നു. വ്യത്യസ്തങ്ങളായ ബ്ലേഡുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഗ്രാസ് കട്ടറിന് വരുന്ന കംപ്ലൈന്റിനെ കുറിച്ച് വിശദീകരിക്കുന്നു. മോഡലിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പിന്നെ ഈ പഴയ മോഡൽ കപ്പിലുള്ള പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടായിക്കാണ്ട് ഏകദേശം ഇപ്പോൾ കറക്റ്റൊന്നും അല്ലെങ്കിൽ ചൂടായിക്കാണ്ട് ഉരുകി അത് നമ്മളെ മെയിൻ കട്ടറും ഈ കപ്പും തമ്മിൽ ജാമായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ഇപ്പോൾ കണ്ടുവരുന്നു. അതിനുള്ള സൊല്യൂഷനാണ് പുതിയ മോഡൽ കപ്പ് ഇറങ്ങിയത്. അധികം വില വ്യത്യാസങ്ങളൊന്നും ഇല്ല. നേരത്തെ നമ്മൾ ഈ ഗ്രാസ് കട്ടറിൽ നമ്മൾ കണ്ടിരുന്നത് ഇതുപോലത്തെ കപ്പായിരുന്നു. അപ്പോൾ ഈ കപ്പ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ റോപ്പ് തീർന്നു എന്നറിയാം. ഈ റോപ്പ് തീർന്നു. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ഇത് കഴിച്ചെടുത്ത് ഈ സാധനം ഇത് വേറിട്ടെടുത്ത് പിന്നെ ഈ റോപ്പ് ഇതിൽ ചുറ്റി അതിനുശേഷം ഇത് ലോക്ക് ചെയ്ത് ഇതെല്ലാം ഇതിൽ ഇങ്ങനെ അടച്ചു വെച്ച് അതിനുശേഷം ഇതെല്ലാം അങ്ങനെ വെച്ച് അവിടെ സമയം നമുക്ക് ലോസ് ആകും. ഇപ്പോൾ ഈ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ അങ്ങനെ സമയം നമുക്ക് ലോസ് ആകുന്നില്ല. ഗ്രാസ് കട്ടർ ഓഫ് ആക്കാതെ തന്നെ നമുക്ക് റോപ്പ് ഇതിൽ ചുറ്റാം. അതിലേറായി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ നിന്ന് ഇത് പുറം തള്ളും. ഈ ഗ്യാപ്പിൽ നിന്ന് പുറം തള്ളുമ്പോൾ നമുക്കിത് അങ്ങനെ കത്തിപ്പോരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ ഞാനത് എങ്ങനെ ലോക്ക് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എളുപ്പം. പിന്നെ അതുപോലെ തന്നെ വേറൊന്ന് പരിചയപ്പെടുത്താനുള്ളത് ഇതാണ്. ഇതൊരു കത്തിയാണ്. അത് പ്രത്യേക അതായത് കുറച്ച് ഹാർഡ് കൂടിയതൊക്കെ നമുക്ക് വെട്ടാനൊക്കെ നമുക്ക് സുഖമാണിത്. പക്ഷെ എന്നിരുന്നാലും ഇത്തരം ഗ്രാസ് കട്ടറിൽ ഇങ്ങനത്തത് ഉപയോഗിക്കാതെ ഇരിക്കുകയാണ് നല്ലത്. കുറച്ച് പഴയതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ കറുത്തൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് നിങ്ങളെ. ഇതൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ ഇതിൻ്റെ ഒപ്പം കിട്ടും. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. അപ്പോൾ ഇത് ജർക്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സേഫ്റ്റി വേണം, നമുക്ക് നല്ല രീതിയിൽ സേഫ്റ്റി വേണം. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ ബാക്ക് കവറുണ്ട്, അതായത് റിമൂവ് ചെയ്യിച്ചാണ്. അത് നമ്മൾ സൗകര്യത്തിന്. പിന്നെ അത് വെയിറ്റിന് പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഗ്രാസ് കട്ടർ കുറച്ച് നനഞ്ഞ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മളിത് പുല്ല് വെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മണ്ണ് തെറിക്കും. ആ മണ്ണ് തെറിച്ച് നമ്മൾ ഈ ബാക്കിലെ പ്രൊട്ടക്ഷൻ തിന്മേൽ മണ്ണ് പിടിച്ച് വെയിറ്റ് കൂടി നമുക്കത് അങ്ങനത്തെ പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് റിമൂവ് ചെയ്ത് വെച്ചത്. അത് ഒരു ആൾക്കാരെല്ലാം റിമൂവ് ചെയ്ത് വെക്കും. ഇത് കുറച്ച് ഹാർഡായത് വെട്ടാനുള്ള ഒരു ബ്ലേഡ് ആട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചത്. അത് എല്ലെങ്കിൽ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ആ ബ്ലേഡ് വെച്ച് അതിനുശേഷം അതിൻ്റെ കപ്പ് തിരിച്ച ശേഷം അതിൻ്റെ സ്ക്രൂ ഇടത് വശത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് പുതിയ തരം ഒരു ബ്ലേഡാട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ഗ്രാസ് കട്ടർ മേടിക്കുമ്പോൾ കിട്ടുന്നത്. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഇതുണ്ടെങ്കിൽ പ്രത്യേക ഹാർഡ് കൂടിയ ഈ കമ്മ്യൂണിസ്റ്റ് സ്റ്റെപ്പ് അങ്ങനത്തതൊക്കെ വെട്ടാൻ ഉപയോഗിക്കാം നമുക്കത്. അതിൻ്റെ രണ്ട് എൻഡിലൊക്കെ കണ്ടില്ലേക്ക് പിന്നെ ബ്ലേഡ് മാതിരിയാണ്. അത് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗ്രാസ് കട്ടറിന് ഏകദേശം 5 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതിന് ഏകദേശം 11,500 രൂപയാണ് വില. ഇന്ന് ഇതിന് 12,500 പ്ലസ് ടാക്സ്, നമ്മളെ GST ഇങ്ങനെയൊക്കെ പാടെ ഒരു 4,800 രൂപ വരുന്നുണ്ട്. ഈ ഗ്രാസ് കട്ടറിന് സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സബ്സിഡി ചില ടൈമുകളിലേ നമുക്ക് ലഭിക്കുള്ളൂ. ഏകദേശം 8,500 രൂപയോളം സബ്സിഡി ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ഇത് കിസാൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഗ്രാസ് കട്ടറാണ്. നല്ല അടിപൊളിയാണ്, നല്ല പെർഫോമൻസ് ആണ്. ഇത് നമ്മൾ സ്വന്തം കൃഷിയിടത്തിൽ മാത്രം ഉപയോഗിക്കും, പുറത്ത് പോകാറില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5-8
5 വർഷത്തോളം പഴക്കമുണ്ടാവും എന്നാണ്, അതിലേറെ പഴക്കമുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സാധാരണഗതിയിൽ ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. 1-2 പ്രശ്നങ്ങൾ മാത്രമേ, അതിന് ഗിയറിന് ചെറിയൊരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഗ്രാസ് കട്ടറിന് നമ്മൾ സബ്സിഡിക്കായിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഏകദേശത്തിന് 14,500 രൂപയോളം പറഞ്ഞു. ഈ പൈസ കംപ്ലീറ്റ് നമ്മൾ അടയ്ക്കണം. പിന്നെ അതിനുശേഷം നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ പൈസ സബ്സിഡി സർക്കാർ ട്രാൻസ്ഫർ ചെയ്യാറാണ് പതിവ്. ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 5 മാസമൊക്കെ കാലതാമസം വരും. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഈ സബ്സിഡീൻ്റെ പ്രയാസത്തിലുണ്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ ഈ മുഴുവൻ തുക അടച്ചതിന് ശേഷം നമുക്ക് സബ്സിഡി കിട്ടുള്ളൂ. ആവശ്യക്കാർക്ക് അതൊരു പ്രശ്നവുമല്ല. നമ്മൾ 5 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു 2, ഒരു 3, ഒരു 19 മണിക്കൂർ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ ഇത് നമ്മൾ ഊരി കാണിച്ചു തരാം. ഈ ഫിൽറ്റർ ഇതിനൊരു ഈ ഫിൽറ്ററാണ്. ഇതൊന്ന് ഇടയ്ക്ക് നമ്മൾ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനധികം വിലയൊന്നുമില്ല. ഇതിന് ഏകദേശം ഒരു 25 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഇത് വന്ന് ഇത് കറക്റ്റായിട്ട് ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനായി പെട്രോൾ ഒഴിച്ചൊന്ന് ക്ലീനാക്കി നമുക്ക് വൃത്തിയാക്കി കഴുകി കഴിഞ്ഞിട്ട് നമുക്കിത് പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടിങ് ട്രബിള് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അതാണ് ഇതിന് ഒന്ന് പറയാനുള്ളത്. നമുക്കത് ലോക്ക് ചെയ്ത് ഗാഡിയിൽ ഉറപ്പിക്കാം. പിന്നെ ഫസ്റ്റായിട്ട് ഇത് ചിലവർക്കൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടമ്മമാർക്ക് ഇത് അത്യാവശ്യം നമുക്കൊക്കെ ഒരു വീട്ടിൽ സ്വന്തം അവനാൻ്റെ പറമ്പിൽ അവനാനും ഉപയോഗിക്കാം. എന്നും അമ്മമാർക്കൊക്കെ അത് ഉപയോഗിക്കാം. ഇത് റെഡി ആയിട്ട് ഇത് അങ്ങനത്തെ റോപ്പ് വേണം. ഇത് നമ്മൾ ലോക്ക് ചെയ്ത് സേഫ്റ്റി ഗ്ലാസ് വെക്കണം, സേഫ്റ്റി ഷൂ വെക്കണം. അപ്പോഴൊക്കെയാണ് നമുക്കിതിന് അത്രയും ഉള്ളൂ. അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോൻ്റെ അവസാനം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് ആക്കണം. ഇത് പെട്രോൾ ടാങ്ക്. ഇതിൽ നമ്മൾ പെട്രോൾ ഒഴിച്ച് ഏകദേശം 1 ലിറ്റർ ഇത്തരം ടാങ്കുകളിൽ 1 ലിറ്റർ പെട്രോളും നമുക്ക് ഒഴിക്കാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ ഒരു പഞ്ചിങ് ബട്ടൺ ഉണ്ട്. ഇത് കാണുന്നുണ്ടോ? വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പഞ്ചിങ് ബട്ടൺ ഇവിടെ ഇതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്താണ് പെട്രോൾ ഉണ്ട്. ഇതിങ്ങനെ ആ പൈപ്പ് കൂടി കയറി വരുന്ന കേട്ടോ. ഇതിങ്ങനെ പഞ്ച് ഓക്കെ. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് അതായത് രാവിലെയൊക്കെയാണ് അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കാട് വെട്ടാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ടൈം വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ലോക്ക് ഈ ഗാഡി ഇത് കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണുന്നുണ്ടോ? ഈ സാധനം ഇത് ഇങ്ങനെ നെക്കി കൊടുക്കും. ഇതിങ്ങനെ മേലോട്ട് പൊന്തിക്കുക. പൊന്തിച്ച ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അത് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ സ്വിച്ച് അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഓൺ ചെയ്ത് വെക്കണം. ഈ സ്വിച്ച് ഇപ്പോൾ ഓഫാണ്, ഇതിപ്പോൾ ഓണാണ്. ഇത് ഓണാക്കി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ പിന്നെ പെട്രോള് പഞ്ച് ചെയ്ത് ആ ലിവർ മേപ്പിട്ട് പൊന്നിച്ച് ഈ റോപ്പ് വലിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടാങ്കിൽ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിന് അടപ്പുണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് അടയ്ക്കണം. അടച്ച് കറക്റ്റ് ആക്കണം. അല്ലെങ്കിൽ കണ്ടില്ലേ പെട്രോൾ ഒഴിച്ച് പിന്നെ പുറത്തേക്ക് ലീക്കേജ് വരും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ചെരിവ് വന്ന് അങ്ങോട്ട് വന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടില്ല ഈ കപ്പ് ഉണ്ടാക്കുന്നത് കറക്റ്റ് അടയ്ക്കാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്രോൾ പുറം തള്ളിയത്. അപ്പം പെട്രോൾ അല്ലെങ്കിൽ തന്നെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ നമുക്ക് പെട്രോളൊക്കെ ലോസ്. അപ്പോൾ നല്ല രീതിയിൽ മുറുക്കി അടച്ചാലേ നമുക്കിത് ആ പ്രശ്നം ഒഴിവാക്കിയിരിക്കും. പിന്നെ വേറെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് കുറേ നേരം നമ്മളിത് യൂസ് ചെയ്തത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ പിന്നെ ഈ മോട്ടോർ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്പീഡ് കുറഞ്ഞ് നമ്മൾ എന്താ സംഭവിച്ചെന്നിരിക്കണം, ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ പെട്രോൾ ടാങ്കില്ലേ ഈ പെട്രോൾ ഈ അടപ്പ് തുറന്നത് അങ്ങനെ തുറന്നുകാണ്ട് ഒന്നുകണ്ട് അതായത് നമ്മൾ നിലത്ത് ഇറക്കി വെച്ചിട്ട് ലോക്ക് ഊരി മാറ്റിയിട്ട് നിലത്ത് വെച്ചിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇത് ടൈറ്റ് ആവാതെ വന്ന് പെട്രോളൊക്കെ പുറത്തേക്ക് പോകും. അങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ ഇതൊന്ന് ഊരിക്കാണ്ട് ഈ ഓവർഫ്ലോ എന്ന് പറയും, ഇത് ഊരിക്കാണ്ട് ഇതൊന്ന് അപ്പോൾ അതിൻ്റെ ഉള്ള എയറൊക്കെ ഒന്ന് പുറത്ത് തള്ളിയിട്ട് വീണ്ടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാറിക്കിട്ടും. ഓക്കെ. പിന്നെ ഇടയ്ക്കത് സർവീസ് ചെയ്യണം. പിന്നെ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഗിയർ ബോക്സ് പോകും, ക്ലച്ച്
ക്ലച്ച് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിൽ ക്ലച്ച് ഇതൊക്കെ ഊരിയിട്ട് ക്ലച്ച് കമ്പനി കുറേയൊക്കെ ഏകദേശം ഒരു 10-70 മണിക്കൂറൊക്കെ നമ്മൾ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ക്ലച്ചുകളുണ്ട്. അതിനൊന്നും വലിയ അധികം വില ഇല്ലാത്തതാണ്, വിലക്കല്ല. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താലേ ക്ലച്ച് ഗിയർ ക്ലച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യമായിട്ട് അങ്ങനെ ഡാമേജ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത്തരം ഈ കിസാൻ ക്രാഫ്റ്റ് കമ്പനി ഇത് കുറച്ച് പഴയതായി പറഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളമായി നമ്മൾ സ്വന്തം പറമ്പിലേക്ക് മാത്രമാണ് ഇത് വേണ്ടത് വെട്ടൽ. വേറെ പുറത്തൊന്നും നമ്മളിതിൽ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷ് ആയിട്ട് കണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പങ്ങളില്ല. വലിയ ഇതുവരെ ഒരു സർവീസോ കാര്യമായിട്ട് 1-2 സർവീസ് മാത്രമേ ഇതിന് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അത് കിസാൻ ക്രാഫ്റ്റിൻ്റെ BBC 860-40 എന്ന ഒരു മോഡലാണിത്. കാര്യമായിട്ട് പ്രോബ്ലമും വളരെ കുറച്ച് പ്രോബ്ലമാണ്. എങ്ങനെ കട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അടാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലായിട്ടുള്ള ഈ കപ്പ് ഇറങ്ങിയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രാസ് കട്ട് ചെയ്യാൻ ചെയ്യും. അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. നേരത്തെ ആണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകൾ വന്നിരുന്നു. നേരത്തെ ആ പഴയ മോഡൽ കപ്പാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം സോൾവ് ആക്കി വന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ അമർത്തണം. ഒപ്പം ബെല്ലൈക്കൺ അമർത്തിക്കാൻ ഞങ്ങൾ ഇട്ടിരുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.